ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 25ാമത്തെ ദിവസമാണ്. നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഫിസിക്സ് ആണ്. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. കാന്തികതയാണ് നമ്മൾ ഫിസിക്സിൽ ആദ്യമായിട്ടൊന്ന് പഠിക്കാൻ പോകുന്നത്. കാന്തികതയാണ്. പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് കാന്തികത്വം എന്ന് പറയുന്നത്. പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് കാന്തികത്വം എന്ന് പറയുന്നത്. കാന്തികത്വം എന്ന സവിശേഷത പ്രകടിപ്പിക്കുന്ന വസ്തുവാണ് കാന്തം. കാന്തികത്വം എന്ന സവിശേഷത പ്രകടിപ്പിക്കുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് കാന്തമാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. കാന്തം ഗ്ലാസും പേപ്പറും. കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വാച്ച്, ക്ലോക്ക്, TV, റേഡിയോ, കമ്പ്യൂട്ടർ, ഹെഡ്ഫോണ്, മൊബൈൽ ഫോണ്, റെഫ്രിജറേറ്റർ. ലോഡ് സ്റ്റോൺ. ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കുവാൻ കഴിവുള്ള ധാതുവാണ് മാഗ്നറ്റേറ്റ്. ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കുവാൻ കഴിവുള്ള ധാതുവാണ് മാഗ്നറ്റേറ്റ്. മാഗ്നറ്റേറ്റ് ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് മഗ്നീഷ്യ. മഗ്നീഷ്യയിൽ നിന്നാണ് മാഗ്നറ്റേറ്റ് ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത്. മാഗ്നറ്റേറ്റ് സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ലീഡിംഗ് സ്റ്റോൺ എന്നാണ്. ലോഡ് സ്റ്റോൺ എന്നാണ്. മാഗ്നറ്റേറ്റ് സ്വതന്ത്രമാക്കി തൂക്കിയിട്ടാൽ അവ പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾക്ക് ഉദാഹരണം ലോഡ് സ്റ്റോൺ, മാഗ്നറ്റേറ്റ് എന്നിവയാണ് സ്വാഭാവിക കാന്തങ്ങൾക്ക് ഉദാഹരണം. ദിശ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന കാന്തമാണ് ലോഡ് സ്റ്റോൺ. പ്രകൃതിയിലെ കാന്തം എന്നറിയപ്പെടുന്ന ലോഡ് സ്റ്റോൺ പാറ കണ്ടെത്തിയത് ഗ്രീക്കുകാരനായ മാഗ്നസ് ആണ്. ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾക്ക് ഉദാഹരണം ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ബാർ മാഗ്നറ്റേറ്റ്, കാന്തസൂചി, യു കാന്തം, വലയകാന്തം, ഡിസ്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. അപ്പം കൃത്രിമ കാന്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ബാർ മാഗ്നറ്റ്, കാന്തസൂചി, യു കാന്തം, വലയകാന്തം, ഡിസ്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അൽനിക്കോ ആണ്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് അൽനിക്കോ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തമാണ്. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാന്തിക വസ്തു പച്ചിരുമ്പാണ്. വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാന്തിക വസ്തുവാണ് പച്ചിരുമ്പ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങളാണ് നിയോഡിമിയവും സമേറിയവും. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങളാണ്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലത്തിലും കാന്തിക സ്വഭാവം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ടെസ്ലയാണ്. ടെസ്ല. ഉപകരണത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തങ്ങളുടെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് യോജിച്ച കാന്തങ്ങളാണ് ചാപരൂപത്തിലുള്ള കാന്തങ്ങൾ, റിംഗ് ട്യൂബ് കാന്തങ്ങൾ. റിംഗ് ട്യൂബ് കാന്തങ്ങൾ. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ദിശയാണ് തെക്കുവടക്ക് ദിശയിലാണ് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ. കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങൾ സജാതീയ ധ്രുവങ്ങളാണ്. കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ വിജാതീയ ധ്രുവങ്ങളാണ്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലായിരിക്കും. കാന്തത്തിന്റെ ധ്രുവത്തിൽ നിന്ന് അകന്നു പോകുന്തോറും കാന്തശക്തി കുറയുന്നു. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലം ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നു. പച്ചിരുമ്പ്, ഉരുക്ക്. റിറ്റന്റിവിറ്റി കൂടുതൽ, വശകത കൂടുതലും പച്ചിരുമ്പിനാണ്. എന്നാൽ റിറ്റന്റിവിറ്റി കൂടുതലും വശകത കുറവും ഉരുക്കിനാണ്. കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസം കാന്തിക പ്രേരണം. കാന്തിക പ്രേരണമാണ്. കാന്തിക പ്രേരണം മൂലം കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തി പ്രേരിത കാന്തശക്തിയാണ്. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഉത്തര ധ്രുവത്തിൽ
ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ് കാന്തിക വസ്തുക്കളുടെ ബലരേഖകളുടെ ദിശ. കാന്തത്തിനകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കാണ്. കാന്തത്തിനകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്ക്. കാന്ത ബലരേഖകളുടെ പ്രത്യേകതകൾ. കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകൾ. കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. കാന്തിക ബലരേഖകൾ ഇടതിങ്ങി കാണപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണം കാന്തിക ഫ്ലക്സ് സാന്ദ്രത. യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണം എന്ന് പറയുന്നത് കാന്തിക ഫ്ലക്സ് സാന്ദ്രത. കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്നിവ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ്. കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ്. കാന്തികത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തിക ധ്രുവങ്ങളിലാണ്. ഒരു ബാർ മാഗ്നറ്റിൽ കേന്ദ്രത്തിന്റെ കാന്തികത്വം 0 ആയിരിക്കും. കേന്ദ്രത്തിലെ കാന്തികത്വം 0 ആയിരിക്കും. പരസ്പരം വികർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങളാണ് സമാന ധ്രുവങ്ങൾ. സജാതീയ ധ്രുവങ്ങൾ. കാന്തിക വലയങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന 2 ഡയമെൻഷണൽ മൈക്രോസ്കോപ്പ് നിർമ്മിച്ചത് IIT മുംബൈ ആൻഡ് ഖരഗ്പൂർ ആണ്. പരസ്പരം വികർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങൾ എതിർധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന കാന്തം എപ്പോഴും ഭൂമിയുടെ ഏത് ദിശയിലേക്ക് നിലനിൽക്കുന്നു? തെക്ക് വടക്ക് ദിശയിലാണ്, ഭൂകാന്തത്തിന്റെ സ്വാധീനത്താൽ. കാന്തികത്വം നിലനിർത്താൻ കാന്തങ്ങളെ സൂക്ഷിക്കുന്നത് ജോഡികളായിട്ടാണ്. വിജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്ത്. കാന്തത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. കാന്തത്തിന്റെ തെക്ക് ഭാഗത്തെ ധ്രുവം ദക്ഷിണ ധ്രുവം എന്നും കാന്തത്തിന്റെ വടക്കു ഭാഗത്തെ ധ്രുവം ഉത്തര ധ്രുവം എന്നും പറയുന്നു. ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായി ഉത്തര ധ്രുവത്തിനടുത്ത്, ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായി ദക്ഷിണ ധ്രുവത്തിനടുത്താണ്. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടുവാനുള്ള വസ്തുക്കളുടെ കഴിവാണ് പെർമിയബിലിറ്റി. പദാർത്ഥങ്ങളുടെ കാന്തിക ശക്തിയെ അടിസ്ഥാനപ്പെടുത്തി കാന്തിക വസ്തുക്കളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഫെറോമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ, പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ, ഡയാമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. വളരെ ഉയർന്ന ധനകാന്തിക പാരമ്യതയിലുള്ള വസ്തുക്കളുടെ സ്വഭാവമാണ് അയസ്കാന്തികത. അയസ്കാന്തികത എന്ന് പറയുന്നത് വളരെ ഉയർന്ന ധനകാന്തികത പാരഗമ്യതയിലുള്ള വസ്തുക്കളുടെ സ്വഭാവമാണ് അയസ്കാന്തികത. കാന്തത്താൽ ശക്തിയായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഫെറോമാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. ഇരുമ്പ്, കൊബാൾട്ട്, അൽനിക്കോ. ഏറ്റവും ശക്തിയേറിയ കാന്തികത്വമാണ് ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയിസ് നീലാണ് ഫെറോമാഗ്നറ്റിസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഒരു വസ്തുവിനെ ബാഹ്യ കാന്ത ക്ഷേത്രത്തിന് വിധേയമാക്കുമ്പോൾ അതേ ദിശയിൽ തന്നെ കാന്തവൽക്കരിക്കപ്പെടുന്ന കാന്ത സ്വഭാവമാണ് അനുകാന്തികത. ഒരു വസ്തുവിനെ ബാഹ്യ കാന്ത ക്ഷേത്രത്തിൽ വിധേയമാക്കുമ്പോൾ അതേ ദിശയിൽ തന്നെ കാന്തവൽക്കരിക്കപ്പെടുന്ന കാന്ത സ്വഭാവമാണ് അനുകാന്തികത. ഒരു പദാർത്ഥത്തിന്റെ ഒരു കാന്തത്തിന്റെ ഇരു ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ ആകർഷണ ബലം മാത്രമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ പദാർത്ഥം പാരാമാഗ്നറ്റിക് പദാർത്ഥമാണ്. ഒരു പദാർത്ഥത്തിന് ഒരു കാന്തത്തിന്റെ ഇരു ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ ആകർഷണ ബലം മാത്രമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ പദാർത്ഥം പാരാമാഗ്നറ്റിക് പദാർത്ഥമാണ്. അലുമിനിയം, പ്ലാറ്റിനം, ഓക്സിജൻ. ഒരു പദാർത്ഥത്തിന്റെ സൃഷ്ടിക്കപ്പെടുന്ന കാന്തിക മണ്ഡലം അതിന് കാരണമായ ബാഹ്യകാന്ത മണ്ഡലത്തിന്റെ എതിർദിശയിലാകുന്ന സ്വഭാവമാണ് പ്രതികാന്തികത. ഒരു വസ്തുവിന്റെ ഒരു കാന്തത്തിന്റെ ഇരു ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ വികർഷണ ബലം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ആ വസ്തു ഡയാമാഗ്നറ്റിക് പദാർത്ഥമാണ്. കാർബൺ, കോപ്പർ, ജലം. ഡയാമാഗ്നറ്റിക് പദാർത്ഥങ്ങളുടെ പെർമിയബിലിറ്റി ശൂന്യതയുടെ പെർമിയബിലിറ്റിയേക്കാൾ കുറവായിരിക്കും. കാന്തികത്വത്തിന്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബറാണ്. അലുമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്ന കാന്തസൂചി കാന്തിക കോമ്പസ്. അലുമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്ന കാന്തസൂചി കാന്തിക കോമ്പസ്. യാത്രാവേളയിൽ ദിക്കറിയാൻ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് കാന്തിക കോമ്പസ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ കാന്തശക്തിയാൽ അതിവേഗം പാഞ്ഞുപോകുന്ന ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ, മാഗ്നറ്റിക് ലെവിഗേഷൻ ട്രെയിനുകൾ. പാളത്തിൽ തൊടാതെ അവയിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയായി തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു പായുകയും ചെയ്യുന്ന സംവിധാനമുള്ള ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ. പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്നതിനാൽ ഘർഷണം മൂലമുള്ള ഊർജ്ജനഷ്ടം ശബ്ദ മലിനീകരണവുമായി കുറയുന്നു.
ശബ്ദ മലിനീകരണവും കുറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്സിൽ നിന്നും പഠിക്കുന്നത്. ഇനി കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ലോഹങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തമാണ് ടിൻ അമാൽഗം. ടിൻ അമാൽഗമാണ് കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. പല്ലിലെ പോടുകൾ അടക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് സിൽവർ അമാൽഗം. സിൽവർ അമാൽഗമാണ് പല്ലിലെ പോടുകൾ അടക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. മെർക്കുറി ലോഹത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക്. മെർക്കുറി ലോഹത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് 34.5 kg ആണ്. ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് 34.5 kg ആണ്. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. -39 ഡിഗ്രി സെൽഷ്യസിലാണ് മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ്. മെർക്കുറി ചേർത്ത ലോഹസങ്കരങ്ങൾക്ക് പറയുന്ന പേരാണ് അമാൽഗം. മെർക്കുറി ചേർത്ത ലോഹസങ്കരങ്ങൾക്ക് പറയുന്ന പേരാണ് അമാൽഗം. മെർക്കുറി തറയിൽ വീണാൽ അതിനുമേൽ വിതറുന്നത് സൾഫർ പൗഡറാണ്. സൾഫർ പൗഡറാണ് മെർക്കുറി തറയിൽ വീണാൽ അതിനുമേൽ വിതറുന്നത്. മെർക്കുറി ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത് അയിരിൽ നിന്നും സ്വർണം വേർതിരിക്കുമ്പോഴാണ്. അയിരിൽ നിന്നും സ്വർണം വേർതിരിക്കുമ്പോഴാണ് മെർക്കുറി ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത്. മീനമാതാ രോഗത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥൈൽ മെർക്കുറി. മീഥൈൽ മെർക്കുറിയാണ് മീനമാതാ രോഗത്തിന് കാരണമായ രാസവസ്തു. അസാധാരണ ലോഹം മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ എന്നത് പ്ലാറ്റിനമാണ്. വൈറ്റ് ഗോൾഡ് എന്നതും പ്ലാറ്റിനമാണ്. അപ്പോൾ സാധാരണ ലോഹം മെർക്കുറി, ലിറ്റിൽ സിൽവർ പ്ലാറ്റിനമാണ്. ക്വിക്ക് സിൽവർ മെർക്കുറിയാണ്. വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനമാണ്. കുലീന ലോഹങ്ങൾ സ്വർണം, വെള്ളി, പ്ലാറ്റിനം. കുലീന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണത്തിന്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ്. സ്വർണ്ണത്തിന്റെ ശുദ്ധത രൂപപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ്. ഇനി സ്വർണ്ണത്തിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ക്യാരറ്റ് അനലൈസർ ആണ്. ക്യാരറ്റ് അനലൈസർ ആണ് സ്വർണ്ണത്തിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ് ആണ്. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ്. ആഭരണങ്ങളിൽ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സ്വർണം 22 ക്യാരറ്റ് ആണ്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ് 22 ക്യാരറ്റ് 916 ഗോൾഡ് എന്നറിയപ്പെടുന്നു. 22 ക്യാരറ്റ് സ്വർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവ് 91.6%. 22 ക്യാരറ്റ് സ്വർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവ് 91.6%. ഒരു പവൻ 8 ഗ്രാം ആണ്. ഒരു പവൻ 8 ഗ്രാം ആണ്. 125 പവനാണ് 1 കിലോഗ്രാം. 125 പവനാണ് 1 കിലോഗ്രാം. 1000 ഗ്രാം. ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് 31.1 ഗ്രാം ആണ്. ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് 31.1 ഗ്രാം ആണ്. ഒരു ട്രോയ് ഔൺസ്. വജ്രാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വജ്രത്തിന്റെ ശുദ്ധത 18 ക്യാരറ്റ് ആണ്. വജ്രാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വജ്രത്തിന്റെ ശുദ്ധത 38 ക്യാരറ്റ് ആണ്. സ്വർണം, വെള്ളി മുതലായ വിലയേറിയ ലോഹങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ട്രോയ് ഔൺസ്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹമാണ് ചെമ്പ്. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം ചെമ്പാണ്. സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ്. പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ്. സ്വർണം, വെള്ളി വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ സയനൈഡ് പ്രക്രിയയാണ്. സ്വർണം, വെള്ളി വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. ഇലക്ട്രം എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി. ഇലക്ട്രം എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് സ്വർണവും വെള്ളിയും. സ്വർണം, വെള്ളി എന്നിവയുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്രയാണ് ഹാൾമാർക്ക്. ഹാൾമാർക്കാണ് സ്വർണം, വെള്ളി എന്നിവയുടെ ഗുണനിലവാരത്തിന് നൽകുന്ന മുദ്ര. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹം വെള്ളിയാണ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹം വെള്ളിയാണ്. കറുത്തീയം, ഇരുമ്പ് തുടങ്ങിയ വില കുറഞ്ഞ സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിവുള്ളതെന്ന് ആൽക്കമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ലോഹം ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ്. കറുത്തീയം, ഇരുമ്പ് തുടങ്ങിയ വില കുറഞ്ഞ സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിവുള്ളതെന്ന് ആൽക്കമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന പദാർത്ഥം ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ്. വെളുത്ത സ്വർണം ലോഹം പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം കാർഷികോൽപ്പന്നം കശുവണ്ടി. കറുത്ത സ്വർണം കാർഷികോൽപ്പന്നം കുരുമുളക്. കറുത്ത സ്വർണം വ്യാവസായികോൽപ്പന്നം പെട്രോളിയം. ഒഴുകുന്ന സ്വർണം പെട്രോളിയമാണ്. നീല സ്വർണം ജലമാണ്. പച്ച സ്വർണം വാനിലയാണ്. ചുവന്ന സ്വർണം കുങ്കുമപ്പൂവ്. വെജിറ്റബിൾ ഗോൾഡ് കുങ്കുമപ്പൂവ്. വിഡ്ഢികളുടെ സ്വർണം അയൺ പെറൈറ്റീസ്. കറുത്ത വജ്രം കൽക്കരി. ജ്വാലയുടെ നിറം ഹൈഡ്രജൻ നീലയാണ്. നീല. മഗ്നീഷ്യം വെള്ള. സ്ട്രോൺഷ്യം ചുവപ്പ്. ബേരിയം പച്ചയാണ്. സൾഫർ നീലയാണ്. സോഡിയം മഞ്ഞ. പഞ്ചലോഹങ്ങൾ ചെമ്പ്, ഈഴം, വെള്ളി, ഇരുമ്പ്, സ്വർണം. പഞ്ചലോഹ വിഗ്രഹങ്ങളാൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പാണ്, 80%. നാണയലോഹങ്ങൾ ചെമ്പ്, സ്വർണം, വെള്ളി. അക്വാറീജിയ
അക്വാറീസിയ എന്ന് പറയുന്നത് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു. സ്വർണ്ണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകമാണ്. സ്വർണ്ണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. അക്വാറീസിയയിലെ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം 1:3 ആണ്. അക്വാറീസിയയിലെ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1:3 ആണ്. യുറേനിയം പ്രതീക്ഷയുടെ ലോഹമാണ്. യുറേനിയം ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകമാണ് യുറേനിയമാണ്. ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. യുറേനിയത്തിൻ്റെ ഓക്സൈഡ് അറിയപ്പെടുന്നത് യെല്ലോ കേക്ക്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ ഘടകമൂലകങ്ങൾ ചേർന്നതും അതിലൊന്നാണെങ്കിലും ലോഹമായ പദാർത്ഥമാണ് ലോഹസങ്കരം. രണ്ടോ അതിലധികമോ ഘടകമൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹമായ പദാർത്ഥമാണ് ലോഹസങ്കരം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓടാണ്, ബ്രോൺസ്, വെങ്കലം. ഓട്, ബ്രോൺസ്, വെങ്കലം ചേർന്നിട്ട്. നാണയം, പാത്രം, പ്രതിമ, ആഭരണം തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അലുമിനിയം, ബ്രോൺസ്. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ. വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് പിച്ചള, ബ്രാസ്. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം. PSC ഉത്തര സൂചിക പ്രകാരം നിലവിൽ സ്വർണം പൂശിയ ഉപകരണങ്ങളാണ് നൽകുന്നത്. ബ്രിട്ടാനിയത്തിൻ്റെ ലോഹങ്ങൾ ടിന്ന്, ആൻറ്റിമണി, കോപ്പർ. ലോഹസങ്കരങ്ങൾ പിച്ചള, കോപ്പർ, സിങ്ക്. ലോഹസങ്കരങ്ങൾ പിച്ചള, കോപ്പറും സിങ്കും ചേർന്നിട്ടാണ് പിച്ചള കോപ്പറും സിങ്കും ആണ്. കോപ്പറും ടിന്നും ചേർന്നിട്ട് ഓട്. കോപ്പർ 78%, ടിന്ന് 22% ബെൽമെറ്റലാണ്. കോപ്പർ, ടിന്ന്, സിങ്ക് ചേർന്നിട്ട് ഗൺമെറ്റൽ. ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് ടിന്നും ലെഡും ആൻറ്റിമണിയും ചേർന്നതാണ് ടൈപ്പ് മെറ്റൽ. ഫോസ്ഫറസ്, ബ്രോൺസ്, കോപ്പർ, ടിന്ന്, ഫോസ്ഫറസ് എന്നിവയാണ് ഫോസ്ഫറസ്, ബ്രോൺസ്. കോൺസ്റ്റന്റൻ കോപ്പറും നിക്കലും കോൺസ്റ്റന്റൈൻ. നാണയ സിൽവർ, സ്റ്റെർലിംഗ് സിൽവർ, നാണയ സിൽവർ, കോപ്പർ, സിൽവർ. ഇനി ജർമ്മൻ സിൽവർ ആണ് കോപ്പർ, സിങ്ക്, നിക്കൽ ചേർന്നിട്ട് ജർമ്മൻ സിൽവർ. മഗ്നേലിയം, മഗ്നീഷ്യവും അലുമിനിയവും. ഡുറാലുമിൻ, കോപ്പർ, അലുമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്. ഡുറാലുമിന്, കോപ്പർ, അലുമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്. സിലുമിനാണ് സിലിക്കണും അലുമിനിയവും ചേർന്നിട്ട് അലുമിനിയം, ബ്രോൺസ്, അലുമിനിയം, കോപ്പർ. ന്യൂട്രൺ മെറ്റൽ ബിസ്മത്ത്, ലെഡ്, ടിന്ന്. റോസ് മെറ്റലാണ് ബിസ്മത്ത്, ലെഡ്, ടിന്ന്. ഫീൽഡ് മെറ്റൽ ബിസ്മത്ത്, ഇൻഡിയം, ടിന്ന്. ഫ്യൂസ് വയർ ടിന്ന്, ലെഡ്. ഇലക്ട്രോൺ ഗോൾഡ്, സിൽവർ. ബയോളജിയിൽ നിന്നും വർഗീകരണമാണ് നോക്കുന്നത്. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ്. വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ക്രോമസോമിന്റെ എണ്ണം അനുസരിച്ച് ജീവജാലങ്ങളെ വർഗീകരണം സൈറ്റോടാക്സോണമി. ക്രോമസോമുകളുടെ എണ്ണമനുസരിച്ചുള്ള ജീവജാലങ്ങളുടെ വർഗീകരണമാണ് സൈറ്റോടാക്സോണമിയാണ് ക്രോമസോമിന്റെ എണ്ണമനുസരിച്ചുള്ള ജീവജാലങ്ങളുടെ വർഗീകരണം. ജൈവരസതന്ത്ര സവിശേഷതകൾക്കനുസരിച്ചുള്ള ജീവികളുടെ വർഗീകരണമാണ് ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ്. ജൈവരസതന്ത്ര സവിശേഷതകൾക്കനുസരിച്ചുള്ള ജീവികളുടെ വർഗീകരണമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ അനുസരിച്ചുള്ള ജീവികളുടെ വർഗീകരണമാണ് ന്യൂമറിക്കൽ ടാക്സോണമി. പരിണാമഘട്ടത്തെ ആസ്പദമാക്കി ജനിതക ഘടന പരീക്ഷണങ്ങളിലൂടെ വർഗീകരണം എക്സ്പെരിമെന്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ. തരംതിരിക്കൽ പ്രക്രിയകൾ തിരിച്ചറിയുവാനുള്ള താക്കോലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ.
തരംതിരിക്കൽ പ്രക്രിയയിൽ തിരിച്ചറിയാനാവുന്ന താക്കോലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്, മലബാറിന്റെ ഉദ്യാനം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്, മലബാറിന്റെ ഉദ്യാനം. ഏതു ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്? ലാറ്റിൻ ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് 12 ബാല്യങ്ങളായി പുറത്തിറക്കിയ കാലഘട്ടം 1678 മുതൽ 1693 വരെ, നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയ കൊച്ചിയിലെ ഗവർണറാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അഡ്മിറൽ വാൺ ട്രീഡ്. വർഗീകരണ രീതികൾ നോക്കാം. രണ്ട് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ തരംതിരിക്കുന്നത് പ്ലാന്റ് സസ്യലോകവും അനിമേലിയ ജന്തുലോകവും. 3 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു പ്ലാന്റ്, അനിമേലിയ, പ്രോട്ടിസ്റ്റ. 3 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. 3 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത്. 4 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു പ്ലാന്റ്, അനിമേലിയ, പ്രോട്ടിസ്റ്റ, മൊണീറ. 4 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു പ്ലാന്റ്, അനിമേലിയ, പ്രോട്ടിസ്റ്റ, മൊണീറ. 4 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത് കോപ്ലാൻഡ് ആണ്. 4 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത്. 5 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. 1969 റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത്. 5 കിങ്ഡം വർഗീകരണം. കിങ്ഡം ഉൾപ്പെടുന്ന ജീവികളെ സവിശേഷതകൾ. കിങ്ഡം മൊണീറയിലെ ബാക്ടീരിയയാണ് ഉൾപ്പെടുന്ന ജീവികൾ. സവിശേഷതകൾ: ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, പ്രൊക്കാരിയോട്ടുകൾ. ഇനി പ്രോട്ടിസ്റ്റയാണ് കിങ്ഡം. അതിൽ ഉൾപ്പെടുന്ന ജീവികൾ അമീബയാണ്. സവിശേഷതകൾ: ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ, യുക്കാരിയോട്ടുകൾ. ഇനി അടുത്തത് കിങ്ഡം ഫംജയാണ്, കുമിളുകളാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികളാണ്. ഇനി കിങ്ഡം പ്ലാന്റയാണ്, സസ്യങ്ങളാണ് ഉൾപ്പെടുന്ന ജീവികൾ. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികളാണ്. ഇനി അനിമേലിയാണ് കിങ്ഡം, ജന്തുക്കളാണ്. പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികളാണ് സവിശേഷതകൾ. ഇനി 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് കാൾ വൗസ്. കാൾ വൗസ് ആണ് 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. മൊണീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ഉണ്ടായ കിങ്ഡങ്ങളാണ് ആർക്കിയയും ബാക്ടീരിയയും. മൊണീറ എന്ന കിങ്ഡത്തെ വിഭജിച്ചുണ്ടായ കിങ്ഡങ്ങളാണ് ആർക്കിയയും ബാക്ടീരിയയും. കിങ്ഡത്തിന് മുകളിലായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലമാണ് ഡൊമെയിൻ. കിങ്ഡത്തിന് മുകളിലായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൊമെയിനാണ്. മനുഷ്യന്റെ 6 കിങ്ഡം വർഗീകരണം നോക്കാം. ഡൊമെയിന് യുക്കാരിയ, കിങ്ഡം അനിമേലിയ. ഫൈലം ആണെങ്കിൽ കോർഡേറ്റയാണ്. ക്ലാസ് മമേലിയ. ഓർഡർ ആണെങ്കിൽ പ്രൈമേറ്റ്സ്. ഫാമിലി ഹോമിനിഡെ. ജീനസ് ഹോമോ. സ്പീഷീസ് സാപ്പിയൻസ്. ഇനി ദിനാമ പദ്ധതിയാണ്. പൊതുവെ അംഗീകരിക്കപ്പെട്ട 2 പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദിനാമ പദ്ധതി. പൊതുവെ അംഗീകരിക്കപ്പെട്ട 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണം. ശാസ്ത്രീയ നാമകരണത്തിലെ ആദ്യ പദവും 2ാം പദവും സൂചിപ്പിക്കുന്നത് ജീനസിനെയും സ്പീഷീസിനെയുമാണ്. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദവും 2ാം പദവും സൂചിപ്പിക്കുന്നത് ജീനസിനെയും സ്പീഷീസിനെയുമാണ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. ലിനേയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പം ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട്. കിങ് ഫിലിപ്പ്. അപ്പം കിങ്ഡം ഫൈലം കിട്ടി. കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു. അപ്പം എന്താണ്? കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു. എന്താണ് ഓർഡർ ചെയ്തത്? ഫാമിലിയായിട്ട് ജീൻസ് ഇട്ട് സ്പെഷ്യലായിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്താണ്? ഫാമിലിയായിട്ട് ജീൻസ് ഇട്ടിട്ട് സ്പെഷ്യലായിട്ട് വരാൻ വേണ്ടിയിട്ട് കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു. അപ്പോൾ എന്താണ്? കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു ഫാമിലിയായിട്ട് ജീൻസ് ഇട്ടിട്ട് സ്പെഷ്യലായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. വർഗീകരണം കിങ്ഡം ആണെങ്കിൽ തെങ്ങിൻ്റെ വർഗീകരണം മാവിൻ്റേതും നോക്കാം. അപ്പം കിങ്ഡം തെങ്ങിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് തെങ്ങിൻ്റെ നോക്കാം. കിങ്ഡം പ്ലാന്റയാണ്. ഫൈലം ആണെങ്കിൽ ആൻജിയോസ്പോമോഫൈറ്റയാണ്. ഫൈലമാണ്. ക്ലാസ് മോണോകോട്ടിലിടണേ. ഇനി സീരീസ് കാലിസീനെ. ഫാമിലി അരക്കേസിയെ. തെങ്ങാണെങ്കിൽ എന്താണ്? ഫാമിലി എന്താണ്? അരക്കുന്നതാണല്ലോ. അപ്പോൾ ഫാമിലി അരക്കേസിയെ. ഇനി ജീനസ് എന്താണ്? കൊക്കോസ്. സ്പീഷീസ് എന്താണ്? ന്യൂസിഫറ. അപ്പോൾ കൊക്കോസ് ന്യൂസിഫറ നമുക്കറിയാം. അപ്പോൾ ജീനസും സ്പീഷീസും നമുക്ക് മനസ്സിലാകും. ബാക്കി പഠിച്ചാൽ മതി. കിങ്ഡം പ്ലാന്റയാണെന്ന് നമുക്കറിയാം. ഫൈലം ആണെങ്കിൽ ആൻജിയോസ്പോമോഫൈറ്റ. ഇനി ക്ലാസ് ആണെങ്കിൽ മോണോകോട്ടിലിടണേ. അത് ഒരു വിത്തായിട്ടാണല്ലോ ഉണ്ടാകുന്നത്.
അതിനെ പൊളിക്കാനൊന്നും പറ്റില്ല. ഇപ്പം മാങ്ങയുടെ വിത്താണെങ്കിൽ മാങ്ങ അണ്ടിയാണെങ്കിൽ 2 പൊളിപ്പായിട്ട് നമുക്ക് 2 ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അണ്ടി ആ 2 ഭാഗമായിട്ട് പിരിയൂലേ. അപ്പം അങ്ങനത്തത് അതാണ് ഡൈക്കോട്ടിൽ ഇടണേ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസ് ആണെങ്കിൽ ഇനി സീരീസ് കാലിസീനയാണ്, ഫാമിലി ആണെങ്കിൽ അരക്കേസിയാണ്, ജീനസ് കൊക്കോസ്, സ്പീഷീസ് ന്യൂസിഫെറ. ഇനി മാവിൻ്റേത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് തന്നെയാണ് കിങ്ഡം. ഫൈലം വരുന്നത് ആൻജിയോസ്പോമോഫൈറ്റയാണ്. ആൻജിയോസ്പോമോഫൈറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈലം പൂവിടുന്നതിനെയാണ് കേട്ടോ, പൂവിടുന്നതിനെയാണ് ആൻജിയോസ്പോമോഫൈറ്റ എന്ന് പറയുന്നത്. അത് ഫൈലം 2ഉം പൂവിടുന്നതാണ്. തെങ്ങും ആണെങ്കിലും മാവാണെങ്കിലും പൂവിടുന്നതാണല്ലോ. ഇനി ക്ലാസ് മോണോക്കോട്ടിൽ ഇടണയാണ് തെങ്ങിൻ്റെതാണെങ്കിൽ, ഡൈക്കോട്ടിൽ ഇടണയാണ് മാവിൻ്റേത്, ഡൈക്കോട്ടിൽ ഇടണേ മാവിൻ്റേത്. ഇനി സാപ്പിൻറ്റേൽസ് ആണ് സീരീസ് സാപ്പിൻറ്റേൽസ് ആണ്. അനാകാർഡിയേസിയെ ആണ് എന്താ ഫാമിലി നോക്കിയാൽ അനാകാർഡിയേസിയാണ്. ജീനസ് മാഞ്ചിഫെറയാണ്, മാഞ്ചിഫെറ ഇൻഡിക്ക, സ്പീഷീസ് ഇൻഡിക്കയാണ്. അടുത്തത് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലം സ്പീഷീസ് ആണ്. അംഗങ്ങൾ തമ്മിലുള്ള സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന തലം സ്പീഷീസ് ആണ്. അംഗങ്ങൾ തമ്മിലുള്ള സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന തലം സ്പീഷീസ് ആണ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം ജീനസ് ആണ്. ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളിക്കുന്നത് ഫൈലത്തിലാണ്. ജീനസുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ഫാമിലിയാണ്. ജീനസുകൾ ചേർന്നിട്ടാണ് ഫാമിലി രൂപപ്പെടുന്നത്. അപ്പം ജീൻസ് ഇട്ടിട്ട് ഫാമിലി ആയിട്ട് വരണം എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ജീനസുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ഫാമിലിയാണ്. ഫാമിലികൾ ചേർന്ന് രൂപപ്പെടുന്നത് ഓർഡറാണ്. ഫാമിലികൾ ചേർന്നിട്ട് രൂപപ്പെടുന്നത് ഓർഡറാണ്. അപ്പം ഓർഡർ ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. അത് തിരിഞ്ഞിട്ടാണ് വരിക കേട്ടോ. ഓർഡറുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ക്ലാസ്സും ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ഫൈലവുമാണ്. എല്ലാ ഫൈലവും ചേർന്ന് രൂപപ്പെടുന്നത് ഏറ്റവും ഉയർന്ന തലമായ കിങ്ഡമാണ്. ഇനി ശാസ്ത്രീയ നാമങ്ങളാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പം സിംഹം പാന്തീറ ലിയോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 തവണ വായിക്കും. സിംഹം പാന്തീറ ലിയോ ആണ്. കടുവ പാന്തീറ ടൈഗ്രിസ് ആണ്. പട്ടി കാനിസ് ഫെമിലിയാരിസ്. ചെന്നായ കാനിസ് ലൂപ്പസ് ആണ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. പൂച്ച. ആന എലിഫസ് മാക്സിമസ്. മയിലാണെങ്കിൽ പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്. ഒട്ടക പക്ഷി സ്ട്രുതിയോ ക്യാമലസ് ആണ്. ഒട്ടകം ക്യാമലസ് ആണ്. അപ്പോൾ ക്യാമലാണല്ലോ, അപ്പോൾ സ്ട്രുതിയോ ക്യാമലസ്. ഇനി തവള റാണ ഹെക്ടാഡക്റ്റലയാണ് തവള. ഈച്ചയാണെങ്കിൽ മസ്കാ ഡൊമസ്റ്റിക്കയാണ് ഈച്ച. തേനീച്ച എപ്പിസ് ഇൻഡിക്ക. പഴയ ഈച്ച ഡ്രോഡോഫില മെലനാഗോസ്റ്റർ. പാറ്റ പെരിപ്ലാനറ്റ അമേരിക്കാന. മനുഷ്യൻ ഹോമോസാപ്പിയൻസ്. തിമിംഗലം ബാലിനോപ്റ്റെറ മസ്കുലസ്. പശു ബോസ് ഇൻഡിക്കസ്. പട്ടുനൂൽ പുഴു ബോംബിക്കസ് മോറി. സിംഹവാലൻ കുരങ്ങ് മക്കാഗ സിലനസ്. കരിമീൻ എക്ട്രോപ്ലസ് സുരാറ്റൻസിസ്. കുതിര എക്വസ് ഫെറസ് കബല്ലസ്. മൂർക്കൻ പാമ്പ് നാജ. അണലി വെപ്പറെ റസേലി. കാട്ടുപോത്ത് ബോസ് ഗാറസ്. മുയൽ ലിപ്പസ് നെഗ്രിക്കോളിസ്. തെങ്ങ് കൊക്കോസ് ന്യൂസിഫെറ. മാവ് അമാഞ്ചിഫെറ ഇൻഡിക്ക. കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല. നെല്ല് ഒറൈസ സറ്റൈവ. മരച്ചീനി മാനിഹോട്ട് യൂട്ടിലിസിമ. ചക്ക ആർട്ടോകോർപ്പസ് ഹെറ്ററോഫിലസ്. ഇൻഡഗ്രിഹോളിയ. കറ്റാർവായ അലോവേര. ഗോതമ്പ് ട്രെറ്റിക്കം എസ്റ്റൈവം. താമര നിലംബോ ന്യൂസിഫെറ. നിലംബോ സ്പീഷിയോസ. ആൽമരം ഫൈക്കസ് ബംഗാളൻസിസ്. ചെമ്പരത്തി ഹിബിസ്കസ് റോസ സിനൻസിസ്. നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന. തൊട്ടാവാടി മൈമോസ പുഡിക്ക. തുളസി ഓസിമം സാങ്ക്ടം. കൂർക്ക കോളിയൻസ് പാർവിഫ്ലോറസ്. കരിമ്പ് സക്കാരം ഓഫീസ് സിനാരം. എന്താണ് കരിമ്പ്? എന്താണ്? പഞ്ചസാരയാണ് അല്ലേ. അപ്പോൾ സൽക്കാരം ഉണ്ടാകുമ്പം എന്തായാലും വേണ്ടത് എന്താണ്? പഞ്ചസാരയല്ലേ. അപ്പോൾ സക്കാരം ഓഫീസ് സിനാരം. കുരുമുളക് പെപ്പർ നൈഗ്രം. റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ്.
ഇനി വർഗീകരണത്തിന്റെ നാൾ വഴികൾ നോക്കാം. അരിസ്റ്റോട്ടിലെ ഗ്രീസിൽ നിന്നുമാണ് BC 384 to 322. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തിട്ടുള്ളത്? ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അടുത്തത് തിയോഫ്രാസ്റ്റസ് ആണ്, ഗ്രീസ് ആണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ് അല്ലെ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. ഇനി അടുത്തത് ചരകൻ, ഇന്ത്യയാണ്. ആയുർവേദത്തിന്റെ പിതാവാണ്. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ചരകനാണ്. ജോൺ റേ ആണ്, ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. അടുത്തത് കാൾ ലിനേയസ് ആണ്, സ്വീഡനാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ഇനി അടുത്തത് സൂക്ഷ്മജീവികളാണ്, ബാക്ടീരിയ. ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവിവർഗമാണ് ബാക്ടീരിയ. ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവിവർഗം ചോദിച്ചാൽ അത് ബാക്ടീരിയ ആണ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ബാക്ടീരിയ എന്ന പേര് നിർദ്ദേശിച്ചത് ക്രിസ്ത്യൻ ഗോട്ട്ഫ്രെഡ് എഗ്രൻബർഗ് ആണ്. ബാക്ടീരിയ എന്ന പേര് നിർദ്ദേശിച്ചത്. ബാക്ടീരിയയുടെ കോശഭിത്ത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻസ് കൊണ്ടാണ് ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ബാക്ടീരിയകൾ എണ്ണം പെരുകുന്ന പ്രക്രിയയാണ് ദ്വിവിഭജന പ്രക്രിയ. ബാക്ടീരിയകൾ ഓരോ 20 മിനിറ്റിലും പെരുകുന്നു. ദ്വിവിഭജന പ്രക്രിയയാണ്. പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയയാണ്. ശരീരഗന്ധം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുന്നത് മിതമായ ഉയർന്ന താപനിലയിലാണ്. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളാണ് ടോക്സിനുകൾ. ശരീര താപനിലയിൽ ഉയർത്തി ശരീരം വിഷവസ്തുക്കൾക്കെതിരെ പ്രതികരിക്കുന്നു. രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് പാത്തോജനിക് ബാക്ടീരിയ എന്നാണ് രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത്. മനുഷ്യരുടെ കുടലിൽ വസിക്കുന്ന ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയയാണ് എസ്ചെരിക്കിയ കോളി. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ മിക്സോ ബാക്ടീരിയ. ഇനി സ്വപോഷിയായ ബാക്ടീരിയയാണ് സൾഫർ ബാക്ടീരിയ. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഹാലോഫൈലുകൾ. ഉയർന്ന താപനിലയിലുള്ള ആസിഡ് മാധ്യമത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫൈലുകളാണ് ഉയർന്ന താപനിലയിലുള്ള ആസിഡ് മാധ്യമത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകൾ. ആർക്കി ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ ഹാലോഫൈലുകൾ, തെർമോ അസിഡോഫൈലുകൾ. ആർക്കി ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്നത്. ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരിനം ബാക്ടീരിയയാണ് ആക്ടിനോമൈസൈറ്റുകളാണ് ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരിനം ബാക്ടീരിയ. ഓക്സിജന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയകൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് ഓട്ടോട്രോപിക് ബാക്ടീരിയകൾ, പ്രകാശ സംശ്ലേഷകങ്ങൾ. രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ, രാസസംശ്ലേഷകങ്ങൾ. കൃത്രിമമായി ആകൃതിയും കോശഭിത്തിയുമില്ലാത്ത ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ. ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സൂക്ഷ്മജീവിയാണ് മൈക്കോപ്ലാസ്മ. ഫ്ലജല്ലകൾ ഇല്ലാത്ത ബാക്ടീരിയകളാണ് എട്രിക്കസ്. ഒരേ ഒരു ഫ്ലജല്ലയുള്ള മോണോട്രിക്കസ് ആണ്. ഒന്നോ അതിലധികമോ ഫ്ലജല്ല രണ്ടറ്റത്തും ഉള്ളവ ആംഫിട്രിറ്റിക്കസ് ആണ്. രണ്ടോ അതിലധികമോ ഫ്ലജല്ല ഒരറ്റത്ത് മാത്രം കൂട്ടമായി കാണപ്പെടുന്നവയാണ് ലോഫോട്രിക്കസ്. ബാക്ടീരിയ കോശത്തിന് ചുറ്റും ധാരാളം ഫ്ലജല്ലയുള്ളവയാണ് പെരിട്രിക്കസ്. ബാക്ടീരിയ കോശത്തിന് ചുറ്റും ധാരാളം ഫ്ലജല്ലയുള്ളവ. മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ള ആന്റിബയോട്ടിക്കാണ് മലാസിഡിൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസ കണ്ടെത്തിയ ബാക്ടീരിയക്ക് ഡോക്ടർ JPJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി നൽകിയിരിക്കുന്ന പേര് സോളി ബാസിലസ് കലാമി. വൈറസ് ജീവനുള്ള വസ്തുക്കളിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ജീവൻ ലഭിക്കുന്നവ വൈറസാണ്. ഒരു ജീവിക്കുള്ളിൽ ജീവിക്കുന്ന ഏറ്റവും ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗിച്ച് പെരുകുന്നത് വൈറസാണ്. ഒരു ജീവിക്കുള്ളിൽ ജീവിക്കുന്ന ഏറ്റവും ചെറിയ ജീവനുള്ള വസ്തുവാണ് വൈറസ്. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി പെരുകുന്നത് വൈറസാണ്. വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവ്സ്കി. വൈറസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ബെയ്ജറിനേക്കാണ്. വൈറസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ബെയ്ജറിനേക്ക്.
വൈറസ് വരുമ്പോൾ നമുക്ക് നല്ല ബേജാറാണല്ലോ അല്ലേ. അപ്പോൾ ബൈജെറിനേക്ക്, വൈറസ് ബൈജെറിനേക്ക് നോർത്ത് വെക്കുക. വൈറസിനെ പരൽ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ശാസ്ത്രജ്ഞനാണ് സ്റ്റാൻലി. വൈറസിനെ പരൽ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത ശാസ്ത്രജ്ഞനാണ് സ്റ്റാൻലി. ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിയുന്ന പ്രോട്ടീൻ ഷീറ്റുമുള്ളവയാണ് വൈറസ്. വൈറസിനെ കാണപ്പെടുന്ന മാംസ്യാവരണം ക്യാപ്സിഡാണ് വൈറസിൽ കാണപ്പെടുന്ന മാംസ്യാവരണം. ഭൂമിയിലെ ഏറ്റവും വലിയ വൈറസാണ് പാൻഡോറ വൈറസ്. മാംസ്യാവരണം ഇല്ലാതെ കാണപ്പെടുന്ന RNA വൈറസുകളാണ് വൈറോയിഡ്സ് മാംസ്യാവരണം ഇല്ലാതെ കാണപ്പെടുന്ന RNA വൈറസാണ്. വൈറസിൽ പ്രത്യുൽപാദനം നടക്കുന്ന ട്രാൻസാക്ഷൻ വഴിയാണ് വൈറസിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. ടെമ്പറേറ്റ് ഫേജുകളുടെ ജീവിതചക്രം ലൈസോജനിക് ചക്രം. ടെമ്പറേറ്റ് ഫേജുകളുടെ ജീവിതചക്രമാണ് ലൈസോജനിക് ചക്രം. വിറുലന്റ് പേജുകളുടെ ജീവിതചക്രം ലൈറ്റിക് ചക്രമാണ്. വൈറസുകളേക്കാൾ വലുതും ബാക്ടീരിയകളേക്കാൾ ചെറുതുമായ സൂക്ഷ്മജീവികളാണ് റിക്കറ്റ്സിയെ. റിക്കറ്റ്സിയെ എന്ന രോഗാണുവിനെ വ്യാപിപ്പിക്കുന്ന ജീവികളാണ് പേനും ചെള്ളും. പ്രോട്ടോസോവ അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗമാണ് പ്രോട്ടോസോവകൾക്ക് ഉദാഹരണം യുഗ്ലീന, പാരമീസിയം, ട്രിപ്പനസോമ, പ്ലാസ്മോഡിയം എന്നിവ. ഹരിതകമുള്ള ജന്തുവാണ് യുഗ്ലീന. ജന്തുലോകത്തിന്റെയും സസ്യലോകത്തിന്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവിയാണ് യുഗ്ലീന. ആഫ്രിക്കൻ സ്പ്ലിംഗ് സിക്നസിന് കാരണമായ സൂക്ഷ്മാണുവാണ് ട്രിപ്പനോസോമ. പ്രോട്ടോസോവകളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് കവടപാദങ്ങൾ സീലിയ, ഫ്ലജല്ല. ഫംഗസ് നോക്കാം. റൊട്ടിയിലെ പൂപ്പലിന് കാരണമായ സൂക്ഷ്മാണു ഫംഗസ് ആണ്. റൊട്ടിയിൽ വളരുന്ന പൂപ്പൽ റൈസോപ്പസ് ആണ്. അഴകിയ പച്ചക്കറികളിൽ വളരുന്ന ഫംഗസ് ആണ് സാൽമോണല്ല. മുസ്കാറീന എന്ന മാരകവിഷം അടങ്ങിയിട്ടുള്ള കുമിൾ അമാനിറ്റ. ഭക്ഷ്യയോഗ്യമായ കുമിളാണ് അഗാരിക്കസ് ഭക്ഷ്യയോഗ്യമായ കുമിളാണ്. ഈസ്റ്റ് ഉൾപ്പെടുന്ന ജീവവിഭാഗമാണ് ഫംഗസ്. ഈസ്റ്റ് ഉൾപ്പെടുന്ന ഫംഗസ് വിഭാഗം ആസ്കോമൈസീറ്റ്. ബീവറേജസിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് ഈസ്റ്റ്. വർഗീകരണ ശാസ്ത്രത്തിന് റോബർട്ട് എച്ച് വിറ്റാക്കറുടെ സംഭാവന എന്ത്? 5 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചു. താഴെ പറയുന്നവയിൽ നിന്നും തെങ്ങിന്റെ സീരീസ് കണ്ടെത്തി എഴുതുക. മോണോകോട്ടിലിഡനെ, അരക്കേസിയെ, കാലിസീനെ, സാപ്പിൻഡെൽസ്. ഏതാണ് തെങ്ങിന്റെ സീരീസ് ആയിട്ട് വരുന്നത്? കാലിസീനെയാണ് അല്ലേ. ഒരു സൂക്ഷ്മാണുവിനെ കുറിച്ച് സൂചകങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കോശത്തിനു വെളിയിൽ ഞാൻ നിർജീവമാണ്, കോശത്തിനുള്ളിലെ എനിക്ക് ജീവിക്കാനാകും. അത് വൈറസ് ആണ് അല്ലേ. ഏത് സൂക്ഷ്മാണുവിനാണെന്ന് ചോദിച്ചാൽ അത് വൈറസ് ആണ്. കോശത്തിന് വെളിയിൽ ഇവ നിർജീവമാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആതിഥേയ കോശങ്ങൾ, ഇവയ്ക്ക് കോശമില്ല, ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണുള്ളത്. ഇവയുടെ പേരുകൾ സാധ്യമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആതിഥേയ കോശത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു. അപ്പോൾ ഇത്രയുമാണ് വർഗീകരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സമൂഹശാസ്ത്രമാണ് നോക്കാൻ പോകുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം സമൂഹശാസ്ത്രമാണ്. മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളുമായി ഇന്നലകളിലും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്നത് പ്രധാന ആശയമായി വരുന്നത് സമൂഹ പഠനത്തിലാണ്. സമൂഹശാസ്ത്രം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്ന പേരിലാണ്. സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിന് വഴിയൊരുക്കിയ വിപ്ലവങ്ങളാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം. സമൂഹശാസ്ത്രം ഉത്ഭവിച്ച നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടാണ്. 19-ാം നൂറ്റാണ്ട് ചരിത്രത്തെ അറിയപ്പെടുന്നത് വിപ്ലവയുഗം. സമൂഹശാസ്ത്രം ഉത്ഭവിച്ച പ്രദേശം പടിഞ്ഞാറൻ യൂറോപ്പാണ്. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആഗസ്റ്റ് കോംതെ. സമൂഹശാസ്ത്ര പഠനത്തിന് അടിത്തറ പാകിയത് ഫ്രഞ്ചുകാരനായ ഓഗസ്റ്റ് കോംതെയുടെ ചിന്തകളാണ്. ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകരാണ് ആഗസ്റ്റ് കോംതെ, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാർക്സ്, എമേൽ ദുർക്കിം, മാർക്സ് വെബർ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സമൂഹത്തിൽ പഠനത്തിനുപയോഗിക്കുന്ന ചിന്തകരാണ് ഹെർബർട്ട് സ്പെൻസർ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന് വ്യക്തമാക്കുന്ന ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ച നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ബോംബെ സർവകലാശാല. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവർ GS കുര്യൻ, AR ദേശായി, SC ദുബൈ, MN ശ്രീനിവാസ്, DP മുഖർജി. സമൂഹശാസ്ത്ര പഠനത്തിന്റെ ആവശ്യകത സമൂഹത്തെക്കുറിച്ച് ശരിയായ ധാരണ രൂപീകരിക്കുന്നതിനും സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയുവാനും സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കാൻ സഹായിക്കുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്നു. സമൂഹശാസ്ത്രത്തിന്റെ ഭാഗമായി അന്വേഷണങ്ങളുടെ പ്രത്യേകത വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ വിവരശേഖരണം. സമൂഹശാസ്ത്ര പഠനത്തിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്
മാർഗദർശനമായി തീർന്നവർ, പിന്നോക്ക വർഗ്ഗക്കാർ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ. സമൂഹശാസ്ത്രത്തിന് പ്രായോഗിക സാധ്യതയുള്ള മേഖലകൾ വാണിജ്യം, നഗരാസൂത്രണം, സാമൂഹിക ക്ഷേമം, പരസ്യം, വാർത്താവിനിമയം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. സാമൂഹ്യശാസ്ത്ര പഠനത്തിലെ വിശകലന വിധേയമാക്കുന്ന പ്രധാന മേഖലകളാണ് സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക സംഘങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹീകരണം, സാമൂഹിക നിയന്ത്രണം, സമുദായങ്ങൾ, സാമൂഹിക മാറ്റം, സാമൂഹിക പ്രശ്നങ്ങൾ. സർഗരചനയും സമൂഹശാസ്ത്രവും. സർഗരചനയുടെ ലക്ഷ്യം ആസ്വാദനമാണ്. സാഹിത്യകാരന്മാർ സർഗരചനയ്ക്ക് ആധാരമാക്കുന്ന ഘടകങ്ങൾ ഭാവന, സർഗാത്മകത. സർഗരചന, സമൂഹശാസ്ത്ര പഠനം, ഭാവന, സർഗാത്മകത എന്നിവ ഉപയോഗിച്ച് രചന നടത്തുന്നു. സാമൂഹിക സംഭവങ്ങളെ സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു. സർഗരചന ആസ്വാദനം ലക്ഷ്യം വെക്കുന്നു. സമൂഹശാസ്ത്ര പഠനം സാമൂഹിക പ്രതിഭാസങ്ങൾ, വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. സമൂഹത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്നു. സമൂഹശാസ്ത്രത്തിലെ വിവിധ പഠന രീതികളാണ് സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. അതിലെ സോഷ്യൽ സർവേയിൽ സാമ്പിൾ സർവേയും ചോദ്യാവലിയുമുണ്ട്. കേസ് സ്റ്റഡിയിൽ നിരീക്ഷണത്തിലെ പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത രഹിത നിരീക്ഷണവും ഉണ്ട്. സോഷ്യൽ സർവേ രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന സർവേയാണ് സെൻസസ്. സെൻസസ് നടക്കുന്നത് 10 വർഷത്തിൽ ഒരിക്കലാണ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ അനുയോജ്യമായ രീതിയാണ് സർവേ. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കുവാനും വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പഠന രീതിയാണ് സർവേ രീതി. സർവേ നടത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ സോഷ്യൽ മീഡിയ, ടെലിഫോൺ. സമൂഹശാസ്ത്ര പഠനത്തിൽ പലപ്പോഴും പ്രായോഗികമല്ലാത്ത രീതിയാണ് സെൻസസ്. പഠനവിധേയമാക്കേണ്ട മൊത്തം വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക പ്രായോഗികമല്ല. അവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തുന്ന രീതിയാണ് സാമ്പിൾ സർവേ. സാമൂഹിക സർവേകളിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ചോദ്യാവലിയാണ്. വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടിക ചോദ്യാവലിയാണ്. ചോദ്യാവലി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന സംഘം അറിയപ്പെടുന്നത് പ്രതികർത്താക്കൾ എന്നാണ്. അഭിമുഖം. സാമൂഹിക ശാസ്ത്രത്തിൽ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന രീതിയാണ് അഭിമുഖം. വാമൊഴിയായി വിവരശേഖരണം നടത്തുന്ന രീതി അഭിമുഖമാണ്. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. വ്യക്തിയുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയവ സൂക്ഷ്മതലങ്ങളിൽ വിശകലനം നടത്തുന്നത് അഭിമുഖത്തിലൂടെയാണ്. നിരീക്ഷണം. സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാന രീതി നിരീക്ഷണമാണ്. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. അഭിമുഖം പോലുള്ള രീതികൾ പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിൽ സമൂഹശാസ്ത്ര പഠനത്തിന് അനുയോജ്യമായ രീതി നിരീക്ഷണമാണ്. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള സാമൂഹ്യ പഠന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. നിരീക്ഷകൻ പഠന മേഖലകളിൽ നിന്നും നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. ആദിമ സമൂഹങ്ങളിലെ പഠനത്തിനായി നരവംശശാസ്ത്രത്തിൽ ഉപയോഗിച്ച രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. സമൂഹശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കുന്ന സംഘങ്ങളിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ മറ്റൊരു പേര് ഫീൽഡ് വർക്ക്. സാമൂഹിക ശാസ്ത്രജ്ഞർ പഠന സംഘത്തിന്റെ താമസിക്കാതെ പകരം പുറത്തുനിന്നും നിരീക്ഷണം നടത്തുന്ന രീതിയാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം. കേസ് സ്റ്റഡിയാണ് അടുത്തത്. അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന സാമൂഹ്യശാസ്ത്ര പഠന രീതിയാണ് കേസ് സ്റ്റഡി. സൂക്ഷ്മവും സമഗ്രവുമായ പഠന രീതിയാണ് ഉപയോഗിച്ച് പഠന വിധേയമാക്കുന്ന വിഷയം അറിയപ്പെടുന്നത് കേസ്. കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനം അറിയപ്പെടുന്നത് കേസ് സ്റ്റഡി. വിവിധ സമൂഹശാസ്ത്ര ശാഖകൾ നോക്കാം. സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനം ചരിത്രം. രാഷ്ട്രത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനം രാഷ്ട്രതന്ത്ര ശാസ്ത്രം. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം നരവംശശാസ്ത്രം. മനുഷ്യ മനസ്സിനെക്കുറിച്ചും മാനസിക അവസ്ഥകളെക്കുറിച്ചുമുള്ള പഠനം മനഃശാസ്ത്രം. ഇനി വിവരശേഖരണ രീതിയെ അടിസ്ഥാനമാക്കി നിരീക്ഷണത്തെ എങ്ങനെ തരംതിരിക്കാം? പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത രഹിത നിരീക്ഷണവുമാണ്. സാമ്പിൾ സർവേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തി പഠനം നടത്തുന്ന രീതിയാണ്. സമൂഹശാസ്ത്ര പഠന രീതികൾ ഏതെല്ലാമെന്ന് എഴുതുക. സോഷ്യൽ സർവേ, അഭിമുഖം, നിരീക്ഷണം, കേസ് സ്റ്റഡി. സമൂഹശാസ്ത്ര പഠനത്തിന് അടിത്തറ പാകിയ വ്യക്തി ആര്? ആഗസ്റ്റ് കോംതെയാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ വ്യക്തി ആര്? ഹെർബർട്ട് സ്പെൻസർ. വ്യാവസായിക വിപ്ലവം പോലെ സമൂഹശാസ്ത്ര പഠനത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ മറ്റു 2 വിപ്ലവങ്ങൾ ഏതൊക്കെ? ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. സമൂഹശാസ്ത്ര പഠനത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എഴുതുക. സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹ്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങൾ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മാർഗദർശിയായി തീരുന്നു. ഇനി അടുത്തത്
എ കോളത്തിൽ യോജിച്ചത്? അത് നമുക്ക് ആൻസർ നോക്കാം. ആഗസ്റ്റ് കോംതെ ഫ്രാൻസിൽ നിന്നാണ്. ആഗസ്റ്റ് കോംതെ ഫ്രാൻസിൽ നിന്നും. ഹെർബർട്ട് സ്പെൻസർ സാമൂഹ്യ പരിണാമ ഘട്ടങ്ങൾ. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം. എസ്.സി. ദുബെ ഇന്ത്യ. ഇനി സാമൂഹീകരണമാണ്. വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സാമൂഹീകരണം. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാണ് ഓക്ബേൺ. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. ജനന സമയത്ത് ഒരു ശിശുവിന് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക സ്വഭാവത്തെക്കുറിച്ചോ യാതൊന്നും അറിയില്ല. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഭൗതിക ലോകത്തെക്കുറിച്ചും പെരുമാറ്റ രീതി എന്നിവയെക്കുറിച്ചുമെല്ലാം കുട്ടി മനസ്സിലാക്കുന്നു. നിസ്സഹായനായ ഒരു ശിശു ക്രമേണ സ്വയം ബോധവാനും അറിവുള്ള വ്യക്തിയും ജനിച്ചു വളർന്ന സംസ്കാരത്തിന്റെ രീതികളിൽ നിപുണനുമായി തീരുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. സാമൂഹീകരണം ഒരു ആജീവനാന്ത പ്രക്രിയയാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയകൾ നടക്കുന്നത് ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ്, അഥവാ പ്രാഥമിക സാമൂഹിക ഘട്ടത്തിലാണ്. ദ്വിതീയ സാമൂഹീകരണം ഒരു വ്യക്തിയുടെ ജീവിതാവസാനം വരെ നീളുന്നു. സാമൂഹീകരണം ഒരു വ്യക്തിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും എല്ലാ സ്വാധീനങ്ങളെയും കുട്ടി നിരുപാധികമായി സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക നടപടിക്രമമല്ല സാമൂഹീകരണം. പദവി, പങ്ക്, സാമൂഹിക നിയന്ത്രണം, സംഘങ്ങൾ, സാമൂഹിക ശ്രേണീകരണം, സംസ്കാരം, വഴക്കങ്ങൾ, മൂല്യങ്ങൾ മുതലായ സങ്കല്പങ്ങളെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. സാമൂഹീകരണത്തിന്റെ നിർവാഹകർ. ഒരു കുട്ടിയെ സാമൂഹീകരിക്കുന്ന ധാരാളം ഏജൻസികളും സ്ഥാപനങ്ങളുമുണ്ട്. കുടുംബം, വിദ്യാലയം, സമസംഘം, അയൽപക്കം, തൊഴിൽ സംഘം, സാമൂഹിക വർഗം, ജാതി, പ്രദേശം, മതം എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു. കുടുംബം. സാമൂഹിക സംഘത്തിന് ഉദാഹരണം കുടുംബമാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. പ്രാഥമിക സാമൂഹിക സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത് കുടുംബമാണ്. വ്യക്തികൾ, കുടുംബങ്ങൾ, സമുദായം, സമൂഹം. സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും പഠിക്കുന്നതിന് കുടുംബത്തിൽ നിന്നാണ്. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിന്നും നിലനിൽക്കുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന എം.ടി. വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുകുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം എന്ന വരികൾ ഉൾക്കൊള്ളുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത എന്നിലൂടെ. കൂട്ടുകുടുംബത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന റോബിൻ ജെഫ്രിയുടെ കൃതിയാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. കുടുംബത്തിൽ നിന്നും സ്വായത്തമാക്കുന്ന കാര്യങ്ങളാണ് കുടുംബം. അച്ചടക്കം, സഹകരണം, കൃത്യനിഷ്ഠ, സ്നേഹം, വിശ്വാസം, ശുചിത്വം, സത്യസന്ധത, ബഹുമാനം. കുടുംബത്തിൽ അംഗമാകുന്ന വിവിധ രീതികളാണ് രക്തബന്ധത്തിലൂടെ, വിവാഹത്തിലൂടെ, ദത്തെടുക്കലിലൂടെ. വിവിധതരം കുടുംബങ്ങൾ. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം അറിയപ്പെടുന്നത് അണുകുടുംബം എന്നാണ്. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വിസ്തൃത കുടുംബമാണ്. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അത് വിസ്തൃത കുടുംബം. മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം അറിയപ്പെടുന്നത് കൂട്ടുകുടുംബം. മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം അറിയപ്പെടുന്നത് കൂട്ടുകുടുംബം. കുടുംബത്തിന്റെ സവിശേഷതകൾ, കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. ദേശഭാഷകൾക്ക് അതീതമാണ് കുടുംബത്തിന്റെ സവിശേഷതകൾ. ദേശഭാഷകൾക്ക് അതീതമാണ്. പരിമിതമായ വലുപ്പമാണ്. വൈകാരിക ബന്ധങ്ങൾ, ഉത്തരവാദിത്ത ബോധം. കുടുംബത്തിന്റെ ധർമ്മങ്ങളിൽ വ്യക്തികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സ്നേഹം, വാത്സല്യം എന്നിവ നൽകുന്നു. പെരുമാറ്റശീലങ്ങൾ അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം വരുത്തുന്നു. കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ് വാത്സല്യം, സ്നേഹം, പരസ്പര ബഹുമാനം, സംരക്ഷണം. കുടുംബത്തിന്റെ സവിശേഷതകൾ നോക്കാം. സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവയാണ് കുടുംബത്തിന്റെ പ്രധാന സവിശേഷതകൾ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഓക്ബേൺ ആണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്ബേൺ ആണ്. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളാണ് അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ. സമപ്രായക്കാരുടെ സംഘം, പിയർ ഗ്രൂപ്പ്. എഴുതപ്പെട്ട നിയമാവലിയോ ഭരണഘടനയോ ഇല്ലാത്ത സംഘങ്ങൾക്ക് ഉദാഹരണം സമപ്രായക്കാരുടെ സംഘമാണ്. സംഘബോധം ഉണ്ടാക്കുവാനും പരാജയങ്ങൾ അംഗീകരിക്കുവാനും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതും പഠിക്കേണ്ടത് സമപ്രായക്കാരിൽ നിന്നാണ്. സാമൂഹീകരണത്തിന്റെ മറ്റൊരു നിർവാഹക ഘടകമാണ് സമസംഘം. സമസംഘങ്ങൾ എന്ന പദത്തിന് തുല്യർ എന്നാണ് അർത്ഥം. കുട്ടികളുടെ സമപ്രായക്കാരായ സുഹൃത്ത് സംഘങ്ങളാണ് സമസംഘങ്ങൾ. ചില സംസ്കാരങ്ങൾ, പ്രത്യേകിച്ച് പരമ്പരാഗത ചെറു സമൂഹങ്ങളിൽ വയസ്സിന്റെ അടിസ്ഥാനത്തിലാണ് സമസംഘം രൂപപ്പെടുന്നത്. സമുദായം, സമാജം. വ്യക്തിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന സാമൂഹ്യ സംഘങ്ങളാണ് സമുദായവും സമാജവും. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘം അറിയപ്പെടുന്നത് സമുദായം. സമുദായത്തിന്റെ പ്രത്യേകതകൾ: നിശ്ചിത പ്രദേശത്തെ താമസം, കൂട്ടായ പ്രവർത്തനങ്ങൾ, സദൃഢമായ ബന്ധങ്ങൾ, സമാനമായ സാംസ്കാരിക മൂല്യങ്ങൾ. വ്യക്തികളിൽ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുനന്മയ്ക്കു വേണ്ടി രൂപം കൊള്ളുന്നതാണ് സമാജങ്ങൾ. സമാജങ്ങൾക്ക് ഉദാഹരണം റെസിഡൻസ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ജനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ബൊഗാഡസ് ആണ്.
വ്യക്തികളുടെ ക്രിയാത്മക ഇടപെടലുകളിലൂടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുടുംബം, അയൽപക്കം, വിദ്യാലയം, സമാജങ്ങൾ. വിദ്യാലയങ്ങൾ ഒരു നിശ്ചിത പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഔപചാരിക പ്രക്രിയയാണ് വിദ്യാലയങ്ങളിലെ പഠനം. സ്കൂളുകളിൽ എല്ലാ അർത്ഥത്തിലും സാമൂഹീകരണത്തിന്റെ ഏജൻസി കൂടിയാണ്. സ്കൂളുകളിൽ ഔപചാരിക പാഠ്യപദ്ധതിയോടൊപ്പം കുട്ടികളുടെ പഠനത്തെ രൂപപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന പാഠ്യപദ്ധതികൾ ഉണ്ടെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നു. സാമൂഹ്യ സംഘം നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുന്ന സംഘം അറിയപ്പെടുന്നത് സാമൂഹിക സംഘം. വ്യക്തികളുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സാമൂഹ്യ സംഘങ്ങളാണ്. സാമൂഹ്യ സംഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. സാമൂഹ്യ സംഘങ്ങളെ തരംതിരിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ: അംഗബലം, അംഗങ്ങളുടെ പരസ്പരബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ മാർഗങ്ങൾ. സാമൂഹ്യ സംഘങ്ങളെ രണ്ടായി തരംതിരിക്കാം: പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം. അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നതുമായ മനുഷ്യരുടെ ചെറുസംഘമാണ് പ്രാഥമിക സംഘം. പ്രാഥമിക സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം അംഗങ്ങളുടെ ക്ഷേമം. കുടുംബം. അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കുകയും അംഗങ്ങൾക്കിടയിൽ ഔപചാരിക ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന സംഘമാണ് ദ്വിതീയ സംഘം. ദ്വിതീയ സംഘങ്ങളിലെ അംഗത്വത്തിന്റെ അടിസ്ഥാനം വ്യക്തിപരമായ പ്രയോജനം. ദ്വിതീയ സംഘങ്ങൾക്ക് ഉദാഹരണം ക്ലബ്ബുകൾ, ടീമുകൾ. ധാർമ്മിക മൂല്യങ്ങൾ വളർത്താൻ സഹായിക്കുന്ന സംഘടനകളാണ് മതസംഘടനകൾ. കായിക താൽപര്യം വളർത്തൽ, മത്സരങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന സാമൂഹ്യ സംഘമാണ് സ്പോർട്സ് ക്ലബ്ബ്. വ്യക്തിബന്ധങ്ങളുടെ ജാലിക നിലനിർത്തുന്ന വലിയ സംഘം അറിയപ്പെടുന്നത് സമൂഹം. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ സംഘങ്ങൾ, ഉദാഹരണം ക്ലബ്ബുകൾ, സന്നദ്ധ സേവാ സംഘങ്ങൾ. പരസ്പരം അറിയാതെയും ആശയവിനിമയം നടത്താതെയും ഒരിടത്ത് നിലകൊള്ളുന്ന ആളുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് സാമൂഹിക സഞ്ചയം. സാമൂഹിക സഞ്ചയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അർദ്ധസംഘങ്ങൾ. ഗോത്രസമൂഹം ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരേ സംസ്കാരവുമുള്ള ജനവിഭാഗം ഗോത്രസമൂഹം. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ ഗോത്രസമൂഹങ്ങളുടെ എണ്ണം 35 ഗോത്രസമൂഹങ്ങൾ. കേരളത്തിലെ കാണപ്പെടുന്ന പ്രധാന ഗോത്രസമൂഹങ്ങളാണ് പണിയർ, കുറിച്യർ, അടിയാൻ, കാടർ. പല ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന ഗോത്രസമൂഹത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗോത്രം പണിയരാണ്. ഗോത്രസമൂഹത്തിന്റെ പ്രത്യേകത തനത് കലാരൂപങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വനവിഭവങ്ങൾ ശേഖരിക്കൽ, കുലത്തൊഴിൽ. ഗോത്രസമൂഹം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊരാണ്. ഊരിന്റെ നേതാവ് ഊരുമൂപ്പനാണ്. കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന പദങ്ങൾ വേണ്ടിയാര്, ഭാര്യ, വേത്താര്, ഭർത്താവ്, അപ്പൻ, അച്ഛൻ, പേപ്പൻ, അപ്പൂപ്പൻ, ചാട്ടൻ, ചേട്ടൻ, ആച്ചി, ചേച്ചി, മോളാര്, മകൾ, മോനാര്, മകൻ. സാമൂഹിക നിയന്ത്രണം. സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുവാനും നിലനിർത്തുവാനും ഓരോ സമൂഹ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുകളുമാണ് സാമൂഹിക നിയന്ത്രണം. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും വേണ്ടി സമൂഹം രൂപീകരിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ. സാമൂഹ്യ നിയന്ത്രണം: അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഉണ്ട്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത് കുടുംബം, മതം, സമപ്രായക്കാരാണെങ്കിൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവയാണ് വരുന്നത്. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾ കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ ഭരണഘടന, നിയമസംഹിത, വിദ്യാഭ്യാസം, ഔദ്യോഗിക സ്ഥാപനങ്ങൾ. പരിഷ്കൃത സമൂഹത്തിന്റെ സാമൂഹിക നിയന്ത്രണത്തിന് സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം. സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്ന സംവിധാനങ്ങൾ പോലീസ്, കോടതി, ജയിൽ, പട്ടാളം. പോലീസ് കണ്ടെടുത്ത കുറ്റങ്ങൾ വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. ശിക്ഷ നടപ്പിൽ വരുത്തുവാൻ സർക്കാർ സ്ഥാപിച്ച ഔദ്യോഗിക സ്ഥാപനമാണ് ജയില്. കോടതി വിധി നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥർ ജയിൽ അധികൃതരാണ്. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കുവാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി രാഷ്ട്രമാണ്. നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കാൻ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം ഓരോ വ്യക്തിയിൽ നിന്നുണ്ടാവാനാണ്. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? രാഷ്ട്രം. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. നിയമം, വിദ്യാഭ്യാസം, ഫലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ പ്രധാന മാർഗങ്ങൾ. ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ ലംഘനം ശിക്ഷാർഹമാണ്. അപ്പം 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ ലംഘനം ശിക്ഷാർഹമാണ്. 2എണ്ണമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് സമൂഹശാസ്ത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. സമൂഹശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി മലയാളത്തിലെ വാക്യഘടനയും വാക്യശുദ്ധിയുമാണ്.
പരസ്പരം ബന്ധമുള്ളതും പൂർണ്ണമായ ആശയം ലഭിക്കുന്നതുമായ പദസമൂഹത്തിനാണ് വാക്യം എന്ന് പറയുന്നത്. ആഖ്യ, ആഖ്യാതം. നാം എന്തിനെപ്പറ്റി പറയുന്നുവോ അത് ആഖ്യ. ആഖ്യ എന്നാൽ പേര് എന്നർത്ഥം. ആഖ്യയെപ്പറ്റി എന്തു പറയുന്നുവോ അതാണ് ആഖ്യാതം. ആഖ്യയെപ്പറ്റി എന്തു പറയുന്നുവോ അതാണ് ആഖ്യാതം. ആഖ്യവും ആഖ്യാതവും ചേരുന്നതാണ് വാക്യം. സീത കത്തെഴുതി. സീത കത്തെഴുതി. ആഖ്യം എന്ന് പറയുന്നത് സീതയും കത്തെഴുതി എന്ന് പറയുന്നത് എന്താണ്? ആഖ്യാതവുമാണ്. ആഖ്യാതവുമാണ്. ഇനി ആര് എഴുതി എന്ന് ചോദിച്ചാൽ ഉത്തരം സീതയാണ്. സീത ആണ് ആഖ്യ. ആഖ്യ എപ്പോഴും നാമപദമായിരിക്കും. സീത എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം കത്തെഴുതി എന്ന് കിട്ടും. അത് ആഖ്യാതമാണ്. ഏതൊരു ചെറിയ വാക്യത്തിലും ആഖ്യവും ആഖ്യാതവും ഉണ്ടായിരിക്കും. നാമവും നാമവിശേഷണങ്ങളും ചേർന്നത് ആഖ്യയാണ്. ക്രിയയും ക്രിയാവിശേഷണങ്ങളും ചേർന്നത് ആഖ്യാതവുമാണ്. വാക്യങ്ങൾ ആഖ്യ, ആഖ്യാതം എന്നിങ്ങനെ പിരിക്കുന്നതിന് അബോധാരം എന്നാണ് പറയുന്നത്. വാക്യങ്ങളെ ആഖ്യ, ആഖ്യാതം എന്നിങ്ങനെ പിരിക്കുന്നതിന് അബോധാരം എന്നാണ് പറയുന്നത്. കർത്താവ്, കർമ്മം, ക്രിയ. മലയാളത്തിലെ സാധാരണയായ വാക്യങ്ങളിൽ വാക്കുകളെ അടുക്കുന്ന ക്രമമാണ് കർത്താവ് പ്രവൃത്തി ചെയ്യുന്നയാളാണ്. കർമ്മം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി. ക്രിയ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഉദാഹരണം, സീത നൃത്തം ചെയ്തു. സീത കർത്താവ്, നൃത്തം കർമ്മം, ചെയ്തു ക്രിയയാണ്. ഇനി കർത്തൃകർമ്മ ക്രിയാവിശേഷണങ്ങളാണ്. കർത്താവിനും കർമ്മത്തിനും ക്രിയക്കും വിശേഷണ പദങ്ങളുണ്ട്. കർത്തൃവിശേഷണം കർത്താവിനെ വിശേഷിപ്പിക്കുന്നവയാണ്. സമർത്ഥനായ കുട്ടി, സുന്ദരിയായ താര എന്നിവ വിശേഷണമാണ്. കർത്തൃവിശേഷണം കർമ്മത്തിൻ്റെ വിശേഷിപ്പിക്കുന്നവ ചെറിയ ശബ്ദം, വലിയ വീട്. ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുന്നവ നന്നായി ചെയ്യുക, വളരെ വേഗം ഓടി. ദരിദ്രനായ രാമു നാമവിശേഷണം. ഒരു ചെറിയ വീട് വയ്ക്കാൻ കർമ്മവിശേഷണം. ഒരു ചെറിയ വീട് വയ്ക്കാൻ, അപ്പം അത് എന്താണ്? ചെറിയ വീട്. കർമ്മവിശേഷണം. നന്നായി പരിശ്രമിക്കുന്നു, ക്രിയാവിശേഷണം. കർത്താവും കർത്തൃവിശേഷണവും ചേർന്നതാണ് ആഖ്യ. കർമ്മം, കർമ്മവിശേഷണം, ക്രിയ എന്നിവ എല്ലാം ചേർന്നത് വാക്യമാണ്. വാക്യങ്ങൾ 4 തരമാണ്. വാക്യങ്ങളുടെ അർത്ഥ സ്വഭാവം കണക്കാക്കി 4ആയി തിരിക്കാം. നിർദ്ദേശക വാക്യം, നിയോജക വാക്യം, അല്ലെങ്കിൽ അഭിലാഷിക വാക്യം, അനുയോഗിക വാക്യം, അല്ലെങ്കിൽ ചോദ്യവാക്യം, പ്രശ്നവാക്യം, വ്യാക്ഷേപ വാക്യം. ഇനി നിർദ്ദേശക വാക്യത്തിലെ ഒരു കാര്യം നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വാക്യമാണിത്. മാനത്ത് ചന്ദ്രൻ ഉദിച്ചു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അഭിലാഷക വാക്യത്തിലാണെങ്കിൽ നിയോജക വാക്യം, അഭിലാഷക വാക്യം, നിയോജക വാക്യം. ആജ്ഞ, അനുജ്ഞ, സമ്മതം, പ്രശംസ, വിധി എന്നിവയുടെ രൂപത്തിലുള്ള വാക്യമാണ് നന്നായി വരട്ടെ, നിങ്ങൾ വേഗം പോകുവിൻ, നന്മ നിറയ്ക്കണമേ. അങ്ങനെയുള്ളതാണ് അഭിലാഷിക വാക്യം. ഇനി അനുപ്രയോഗിക വാക്യം, അനുയോഗിക വാക്യമാണ്. ചോദ്യവാക്യം, പ്രശ്നവാക്യം. ചോദ്യരൂപത്തിൽ വരുന്ന വാക്യമാണിത്. ചോദ്യവാക്യം, പ്രശ്നവാക്യം എന്നിങ്ങനെ പേരുകളുണ്ട്. അവൻ പോയോ? നിങ്ങൾ എവിടെ പോകുന്നു? നീ പാട്ടു പാടിയോ? ഇനി അടുത്തത് വാക്ഷേപക വാക്യമാണ്. വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യമാണ്. ആശ്ചര്യം, ദുഃഖം തുടങ്ങിയവ ഇത്തരം വാക്യങ്ങളിലൂടെ പ്രകടമാകുന്നു. അയ്യോ, ബസ് പോയല്ലോ. ഹായ്, എത്ര മനോഹരമായ പൂവ്. കഷ്ടം, നിനക്ക് ഈ ഗതി വന്നല്ലോ. അതാണ് വാക്ഷേപ വാക്യം. വാക്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് 2ആയി തിരിക്കാം. അങ്കിവാക്യവും അംഗവാക്യവും. അങ്കിവാക്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം. കർത്താവും പൂർണ്ണക്രിയയും അതിലുണ്ടായിരിക്കും. അങ്കിവാക്യത്തെ പൂർണ്ണവാക്യം എന്നും വിളിക്കുന്നു. അനിൽ സ്കൂളിൽ പോയി. അധ്യാപകൻ പുസ്തകം നൽകി. അംഗവാക്യം ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് അംഗവാക്യം. അങ്കിവാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഉദാഹരണം, അമ്മ ഉപദേശിച്ചിട്ടും ഞാൻ സ്കൂളിൽ പോയില്ല. അമ്മ ഉപദേശിച്ചിട്ടും അംഗവാക്യമാണ്. ഞാൻ സ്കൂളിൽ പോയില്ല അങ്കിവാക്യമാണ്. വാക്യങ്ങളെ ആശയ സ്വഭാവം അനുസരിച്ച് ചൂർണിക, സങ്കീർണം, മഹാവാക്യം എന്നിങ്ങനെ 3ആയി തിരിക്കുന്നു. ചൂർണിക കേവല വാക്യമാണ്. ഒരങ്കിവാക്യം മാത്രമുള്ള ചെറിയ വാക്യങ്ങളാണ് ചൂർണിക. കർത്താവിന് പ്രാധാന്യമുള്ള വാക്യമായിരിക്കും. കുട്ടി പട്ടിയെ ഓടിച്ചു. കർമ്മത്തോട് കൂടിയത്. സീത പാടി. കർമ്മമില്ലാത്തത്. ഇനി സങ്കീർണകമാണ് മിശ്രവാക്യം. ഒരു അങ്കിവാക്യവും ഒന്നിലധികം അംഗവാക്യങ്ങളുമുള്ള വാക്യമാണ്. ഒരു പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഉള്ളത് അംഗവാക്യവും അങ്കിവാക്യവും ചേർന്നതാണ്. സൂര്യവംശത്തിലെ പ്രബല രാജാവായിരുന്ന നഭകന്റെ ഇളയ പുത്രനായിരുന്നു നഭാകൻ. ഇനി മഹാവാക്യമാണ് യൗകികം. ഒന്നിൽ കൂടുതൽ വാക്യങ്ങളുള്ള വാക്യമാണ് മഹാവാക്യം. ഒന്നിലധികം പൂർണ്ണക്രിയകൾ ഉള്ളത്. തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നത്. ഉദാഹരണം, മഴ പെയ്തു, ഉഷ്ണം ശമിച്ചു. മഴ പെയ്യുകയും ഉഷ്ണം ശമിക്കുകയും ചെയ്തു. സൂര്യൻ ഉദിച്ചു, ഇരുട്ട് മാറി. സൂര്യൻ ഉദിക്കുകയും ഇരുട്ട് മാറുകയും ചെയ്തു. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് ഒരു പഠിതാവ് സ്കൂളിനകത്തും പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി. പാഠ്യപദ്ധതി എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് ഒരു പഠിതാവ് സ്കൂളിനകത്തും പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി. ശരിയായ വിദ്യാഭ്യാസം പഠിതാക്കളുടെ ഏറ്റവും നല്ല കഴിവുകൾ പുറത്തു കൊണ്ടുവരലാണ്. ക്രമവിരുദ്ധവും അനാവശ്യവുമായ വിവരങ്ങൾ കുട്ടിയുടെ തലയിൽ
കൂട്ടിയതുകൊണ്ട് അത് സാധ്യമാവുകയില്ല. അവരുടെ എല്ലാ വ്യക്തിത്വങ്ങളെയും ഞെക്കി ഞെരുക്കി അവരെ വെറും യന്ത്രങ്ങളാക്കുന്ന മഹാ അപരാധമാണത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ്. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം നാൾവഴികൾ. 1956 നവംബർ 1 കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 പ്രദേശങ്ങളിലായാണ് ഭരണം നടത്തിയിരുന്നത്. ഐക്യകേരളം നിലവിൽ വന്ന ശേഷം EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിക്കുന്നതിനും 1959 കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടവും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. 1961 ദേശീയ തലത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കുകയും ത്രിഭാഷാ പദ്ധതി അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1962 ലോവർ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള സിലബസ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി മുൻ പാഠ്യപദ്ധതിയുടെ പരിമിതികൾ മറികടക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് 1962 പരിഷ്കരണം നടത്തിയത്. 1970 പരിഷ്കരണം നടന്നു. മനഃശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ബ്ലൂമിന്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള രീതിയാണ് അവലംബിച്ചത്. 1970-71 1:4 ക്ലാസുകളിലെയും 1971-72 5:8 ക്ലാസുകളിലെയും സിലബസ് പരിഷ്കരിച്ചു. ഉയർന്ന ക്ലാസുകളിലേക്ക് 1973-74 പുതിയ സിലബസ് നിലവിൽ വന്നു. 1980-81 വീണ്ടും പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. സിലബസിന്റെ ആമുഖത്തിൽ പൊതുവിദ്യാഭ്യാസ ലക്ഷ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 1990-91 വർഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. 1993 പ്രൊഫസർ യശ്പാൽ കമ്മിറ്റി നിർദ്ദേശങ്ങളെ തുടർന്ന് 1994 MLL പദ്ധതി അഥവാ ആവശ്യ പഠന നിലവാര പദ്ധതി നിലവിൽ വരുന്നത്. ആവശ്യ പഠന നിലവാരം മിനിമം ലെവൽ ഓഫ് ലേണിംഗ് 1994-96 ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യശേഷികൾ നിശ്ചയിച്ച് ഉറപ്പുവരുത്തുന്നതാണ് MLL. സാർവത്രിക വിദ്യാലയ പ്രവേശനം, സർവരെയും നിലനിർത്തൽ, സാർവത്രികമായ ഗുണനിലവാരം ഇവയിലൂന്നിയവയാണ് ദേശീയ വിദ്യാഭ്യാസം രൂപപ്പെട്ടത്. ആവശ്യ പഠന നിലവാരം പ്രാപ്തി പ്ലസ് പ്രാവീണ്യം, എല്ലാവർക്കും ഗുണമേന്മ. MLL C+M+E ആണ്. കോമ്പിറ്റൻസി, മാസ്റ്ററി, ഇക്വിറ്റി. ഇനി പ്രാപ്തിയാണ്. നിയതമായ സാഹചര്യത്തിൽ ഒരു പ്രയത്നം വിജയകരമായി ചെയ്യാൻ ആവശ്യമായ കഴിവുകളും നൈപുണ്യങ്ങളും അറിവുകളും ഉപയോഗിക്കുവാനുള്ള സാമർഥ്യത്തെയാണ് പ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാവീണ്യം പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാപ്തികൾ ഉന്നത നിലവാരത്തിൽ ആർജിക്കുക എന്നതാണ് പ്രാവീണ്യം. ഗുണമേന്മ ആർജിക്കേണ്ട ഒരു കൂട്ടം പ്രവൃത്തികൾ പ്രാവീണ്യ നിലവാരത്തിലേക്ക് കൈവരിക്കുക എന്നതാണ് ഗുണമേന്മ. 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1993 പ്രൊഫസർ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തവയിൽ ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യ പഠന നിലവാരം നിശ്ചയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ RH ദാവെ അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ച 1-5 ക്ലാസുകളിലെ അവശ്യ പഠന നിലവാരം നിശ്ചയിക്കുകയാണുണ്ടായത്. 1997 പാഠ്യപദ്ധതി 1997 ജൂൺ മുതൽ കേരളത്തിൽ പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നു. 1997 കേരള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ ഉദ്ഗ്രഥന രീതി, പ്രക്രിയാധിഷ്ഠിത സമീപനം, പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി, കുട്ടി അറിവിന്റെ നിർമ്മാതാവ്, സാമൂഹിക ഇടപെടൽ പഠനത്തെ സ്വാധീനിക്കുന്നു എന്ന ധാരണ, സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം. കേവലം വസ്തുതകളും വിവരങ്ങളും കുത്തിനിറയ്ക്കുന്നതിന് പകരം കുട്ടികളെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് പാഠ്യപദ്ധതി ഊന്നൽ നൽകിയത്. പാഠ്യപദ്ധതി രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ. പാഠ്യപദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ സംബന്ധിച്ച് കാഴ്ചപ്പാട് രൂപീകരിച്ചു. കുട്ടി, അധ്യാപിക, രക്ഷിതാവ്, പഠനരീതി, തന്ത്രങ്ങൾ, പഠന സാമഗ്രി, സാമൂഹ്യ മൂല്യനിർണ്ണയം, വിവിധ വിഷയ സമീപനങ്ങൾ രൂപപ്പെടുത്തി. ഉദ്ഗ്രഥനം, ഭാഷാ പഠനം, ഗണിത പഠനം, പാരിസ്ഥിതി പഠനം, ഇംഗ്ലീഷ് പഠനം, കലാ കായിക പ്രവൃത്തി പരിചയം. പാഠ്യപദ്ധതി ഉദ്ദേശ്യങ്ങൾക്കും സ്പഷ്ടീകരണത്തിനും പകരം ഉള്ളടക്കം, പ്രക്രിയ, പഠനരീതി എന്നിവ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി പ്രസ്താവനകൾ രൂപീകരിച്ചു. പ്രൈമറി തലത്തിൽ സമസ്ത മേഖലയിലും ഗുണാത്മക മാറ്റങ്ങൾ തുടക്കം കുറിക്കാൻ 1997 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് കഴിഞ്ഞതായി വിലയിരുത്തപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ: പാഠ്യപദ്ധതി നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമല്ലാത്തത് ഏത് എന്നാണ്. ശാസ്ത്രീയ മനോഭാവം, അറിവിന്റെ നിർമ്മാണവും വിനിയോഗവും, ദേശീയബോധം, സാമ്പത്തിക പരിഗണന. അതിൽ സാമ്പത്തിക പരിഗണനയാണ്. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി DPEP 1 മുതൽ 4 വരെ ക്ലാസുകളിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. കേരളത്തിൽ തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് DPEP നടപ്പിലാക്കിയത്. 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്
2005 ദേശീയ പാഠ്യപദ്ധതി രൂപരേഖയുടെ ചുവട് പിടിച്ച് തയ്യാറാക്കിയ കേരള പാഠ്യപദ്ധതിയാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 മുന്നോട്ട് വെച്ച സമീപനങ്ങൾ: ആശയാവതരണ രീതി, ഉദ്ഗ്രഥിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിന്റെ നിർമ്മാണം. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 വിശകലനം ചെയ്യുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ. KCF 2007 8 പ്രശ്നമേഖലകൾ: വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ. അധ്വാനശേഷി വികാസത്തിന്റെ അഭാവം. സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിന്റെ സ്വതന്ത്ര വികാസത്തെക്കുറിച്ചുമുള്ള ധാരണയുടെ കുറവ്. കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ. ശാസ്ത്രീയമായ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിന്റെ അഭാവം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണനയില്ലായ്മ. ശാസ്ത്രീയമായ മാനേജ്മെന്റിന്റെ അഭാവം. പാരിസ്ഥിതി സൗഹൃദപരമായ വ്യവസായവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും അഭാവം. ഈ പ്രശ്നമേഖലകളെ പരിഗണിച്ച് പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ കാതലായ മാറ്റം വരുത്തുകയും അധ്യാപക പരിശീലനത്തിൽ പ്രശ്നമേഖലകളും ബഹുതല ബുദ്ധിയും ചർച്ച ചെയ്യുകയും ചെയ്തു. 2013 പാഠ്യപദ്ധതി പരിഷ്കരണം. 2013 പരിഷ്കരിച്ച പാഠ്യപദ്ധതിയിൽ ഉദ്ദേശങ്ങൾക്കു പകരം പഠന നേട്ടങ്ങൾ എന്ന പേരിൽ കുട്ടി ആർജിക്കേണ്ട ശേഷികൾ ചിട്ടപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങളിലും അനുബന്ധമായി ടീച്ചർ ടെക്സ്റ്റും വികസിപ്പിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ പ്രതിഫലനങ്ങൾ: പഠനത്തിൽ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയകൾക്ക് ഊന്നൽ വന്നു. അന്വേഷണാത്മക പഠനരീതി പിന്തുടരുന്നതിന് അധ്യാപകർ തയ്യാറായി. പഠനം ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രമല്ല നടക്കേണ്ടതെന്ന തിരിച്ചറിവ് പാഠ്യപദ്ധതി വിനിമയത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങി. അധ്യാപക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം വന്നു. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന ആശയം അംഗീകരിക്കപ്പെടുകയും നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തു. വിദ്യാലയ പ്രവർത്തനങ്ങളിലെ സമൂഹത്തിന്റെ കൂട്ടായ്മയും ഇടപെടലും വർദ്ധിച്ചു. ഗവേഷണാത്മക പഠന ബോധന പ്രക്രിയയ്ക്ക് ഊന്നൽ ലഭിച്ചു. പ്രാദേശിക അറിവുകളുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ഉറപ്പാക്കാൻ തുടങ്ങി. അക്കാദമിക മാസ്റ്റർ പ്ലാന്, സമഗ്ര വിദ്യാലയ വികസന പദ്ധതി എന്നിവ തയ്യാറാക്കി പ്രവർത്തനം ആരംഭിച്ചു. പാഠ്യപദ്ധതി നവീകരണം. കേരള വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സമഗ്ര മാറ്റങ്ങൾ. 1997 മുതൽ കേരളത്തിൽ നടന്ന പാഠ്യപദ്ധതി നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ മുന്നേറ്റങ്ങളെ അക്കാദമിക മേഖല, ഭൗതിക മേഖല, സാമൂഹിക മേഖല എന്നിങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നു. അക്കാദമിക മേഖല: ഓരോ വിഷയത്തിന്റെയും പഠന ലക്ഷ്യങ്ങളെ കൃത്യതയോടെ നിർവചിക്കുന്നതിന് പാഠ്യപദ്ധതി നവീകരണത്തിലൂടെ സാധിച്ചു. കുട്ടികളുടെ ചിന്ത, സർഗശേഷി, വിശകലനശേഷി എന്നിവ വളർത്തുന്നതിന് ഊന്നൽ നൽകി. ഓരോ വിഷയത്തിന്റെയും സാംസ്കാരികവും പ്രാദേശികവുമായ പശ്ചാത്തലത്തിന് പ്രാധാന്യം നൽകി. പഠന പ്രവർത്തനം നിർണ്ണയിക്കുന്നതിൽ കുട്ടിയുടെ പങ്കാളിത്തം ഉറപ്പാക്കി. എല്ലാവർക്കും തുല്യ പരിഗണന ഉറപ്പാക്കി. ഭിന്നശേഷിക്കാർക്കു കൂടി ഉൾക്കൊള്ളാവുന്ന പ്രക്രിയകളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു. പഠന സാമഗ്രികൾ യാഥേഷ്ടം ലഭ്യമാക്കി. ആസൂത്രണ വേളകളിൽ കുട്ടികളുടെ മുന്നറിവ് പരിഗണിച്ചു. സ്വയം പഠനത്തിന് പ്രാമുഖ്യം നൽകുന്ന സഹകരണാത്മകവും സഹവർത്തിതവുമായ പഠനത്തിന് മുൻതൂക്കം. വൈവിധ്യപൂർണവും അർത്ഥപൂർണവുമായ പുനരനുഭവങ്ങൾ പഠന പ്രക്രിയയുടെ ഭാഗമായി നിഷ്കർഷിക്കുന്നു. സ്വതന്ത്ര ചിന്തയും പ്രതികരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാദേശിക വൈഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നു. വൈവിധ്യമാർന്ന പഠനതന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ നിഷ്കർഷിക്കുന്നു. അറിവിന്റെ നിർമ്മാണം ക്ലാസ് മുറിയിൽ ഉറപ്പാക്കുന്ന പഠന പ്രക്രിയ വിഭാവനം ചെയ്യുന്നു. പ്രവർത്തനാധിഷ്ഠിതവും ശിശു സൗഹൃദപരവുമായ പഠനം വിഭാവനം ചെയ്യുന്നു. മാനവിക തലത്തിലൂന്നിയ പഠന പ്രക്രിയയ്ക്ക് പ്രാധാന്യം. സംശോധനയ്ക്കും നവീകരണത്തിനും ഊന്നൽ. ടാലന്റ് ലാബുകൾ. പാഠപുസ്തകങ്ങൾ ഘടനയും ഉള്ളടക്കവും ശിശു സൗഹൃദമാക്കി. പാഠപുസ്തകം പഠന സാമഗ്രികളിലൊന്നാണെന്നും പാഠപുസ്തകം കുട്ടികൾക്കു വേണ്ടിയായിരിക്കണമെന്നും നിശ്ചയിച്ചു. ജൈവ പാഠങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. പാഠങ്ങളുടെ തുടർ പ്രവർത്തന സാധ്യത വിഭാവനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. ഓരോ പ്രവർത്തനത്തിലും പാഠ്യപദ്ധതി പ്രസ്താവനകൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമാണ്. പഠന പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന സവിശേഷതകൾ ഉൾക്കൊള്ളിക്കുന്നവയാണ്. പ്രവർത്തനങ്ങൾ ബഹുമുഖ ബുദ്ധി വികസനത്തിൽ അധിഷ്ഠിതവും ചാക്രിക സ്വഭാവമുള്ളതുമാണ്. സ്വയം പരസ്പരം അധ്യാപകന്റെ വിലയിരുത്തൽ. മൂല്യനിർണ്ണയം ഗുണാത്മക സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ. വിലയിരുത്തൽ നിരന്തരവും സമഗ്രവുമാണ്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് പഠന പ്രവർത്തനത്തിന്റെ സവിശേഷത ഉണ്ടായിരിക്കണം. ടേം മൂല്യനിർണ്ണയത്തിന് അവസരമുണ്ട്. സ്കോളർഷിപ്പ് പരീക്ഷകൾ പാഠ്യപദ്ധതിക്ക് അനുയോജ്യമാണ്. ഭൗതിക മേഖല. വിദ്യാഭ്യാസത്തിലെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പാഠ്യപദ്ധതി സവിശേഷമായ പങ്കുവഹിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് സൗകര്യമൊരുക്കി. 140 നിയോജക മണ്ഡലങ്ങളിലും 5 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം. മറ്റു വിദ്യാലയങ്ങളിലേക്ക് 3 കോടി, 1 കോടി പദ്ധതി. നീന്തൽക്കുളങ്ങൾ, സ്റ്റേഡിയങ്ങൾ, സോളാർ പാനൽ തുടങ്ങി നിരവധി ഭൗതിക സൗകര്യങ്ങൾ. അടച്ചുറപ്പും വായു പ്രവാഹവും ലൈറ്റും ഉള്ള ക്ലാസ് മുറികൾ. ശുദ്ധജലവിതരണ സംവിധാനങ്ങൾ. ആകർഷകമായ ഇരിപ്പിട സൗകര്യങ്ങൾ. ക്ലാസ് ലൈബ്രറികൾ, വായനാമൂലകൾ, സ്കൂൾ ലൈബ്രറി, ശാസ്ത്രം, സമൂഹശാസ്ത്രം, ഗണിതം, IT ലാബുകൾ. കെട്ടിടം തന്നെ പഠനോപകരണമാക്കൽ. ബാല.
ജൈവ വൈവിധ്യ പാർക്കുകൾ, പെൺകുട്ടികൾ എണ്ണത്തിന് തക്ക ശുചിമുറികൾ, പെൺകുട്ടികൾക്ക് പ്രത്യേകം ശുചിമുറികൾ, ഭിന്നശേഷിക്കാരെ പരിഗണിക്കാവുന്ന നിർമ്മാണ രീതി, ഓപ്പൺ എയർ ക്ലാസുകൾ, ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള സൗകര്യം, സ്റ്റാഫ് മുറി, പ്രഥമ അധ്യാപകന്റെ മുറി, ഓഫീസ് മുറി, കളിസ്ഥലം, കലാകേന്ദ്രം, ടൈൽസ് പതിച്ച പൊടിരഹിതമായ തറ, ജൈവവേലി. സാമൂഹിക മേഖല, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, മദർ PTA, ക്ലാസ് PTA, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി, വിദ്യാലയ വികസന സമിതി, വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, പൂർവ്വ അധ്യാപക സംഘടന, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി, ജില്ലാ വിദ്യാഭ്യാസ സമിതി, ഇങ്ങനെ നിരവധി സംവിധാനങ്ങളുള്ള പങ്കാളിത്തത്തോടെ വിദ്യാലയത്തിൻ്റെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക്